കാരണം അവനെല്ലാരും കളിയാക്കി അവന് ഭയങ്കര കരഞ്ഞു. ഇങ്ങനെ കല്യാണം വിഷമം തോന്നി. പട്ടി കരഞ്ഞ കരഞ്ഞു. അല്ല വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പട്ടി കരഞ്ഞ കരഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഷിയാസ്ക വിളിച്ചെന്നുള്ള തെളിവുണ്ടല്ല, നീ അത് പുറത്ത് വിടുന്നത് പട്ടി കരഞ്ഞ കാര്യത്തിൽ എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് കേട്ടില്ലേ? അപ്പൊ രണ്ടാമത്തെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. മനസ്സിലായി? 2 ഓഡിയോ മാത്രമാണ് എനിക്ക് പുള്ളി അയച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാസ് കരീംക്ക ഞാൻ നമ്മൾ വർഷമായിട്ട് പരിചയമുള്ളതാണ്. അദ്ദേഹത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലൂടെയും അതുപോലെ എല്ലാ സിനിമകളാണ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. നല്ലൊരു സ്നേഹമുള്ള വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്. ഇന്നലെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങള് തുഫാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പൂജ ഹീറോ വേഷം അല്ല വില്ലൻ വേഷം ചെയ്യുന്നു. അത് ഞങ്ങള് ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ കളമശ്ശേരി പൂജയ്ക്ക് ഞങ്ങൾ ചെന്നിട്ടുണ്ട്. അപ്പൊ പെരേര കണ്ടപ്പോ പെരേര വേണ്ടി ഓ കല്യാണം അല്ലേ എന്ന് പറഞ്ഞു. വിളിക്കല്ലേ എന്ന് വെച്ചു. അപ്പൊ കല്യാണം അല്ലേ, അപ്പൊ നമ്മളൊരു കൂട്ടുകാരനെ കാണുമ്പോ വിഷുവിന്റെ കല്യാണം, കല്യാണം വിളിക്കില്ലേ, പിന്നെ എന്റെ പൊന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും. ഇനി ചോദിച്ചപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ഇവരെ കാർഡ് ഇട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ അല്ല, അതിന് മുമ്പ് അയച്ചായിരുന്നു. ഓക്കെ, പിന്നെ ആറാട്ടെണ്ണം കൂട്ടി വന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ പുള്ളി പറഞ്ഞ ഹീ മാത്രം അയച്ച ഹീ അയക്കുമ്പോ ഞാൻ കല്യാണം അങ്ങോട്ട് ചോദിക്കണല്ലോ, കല്യാണം വിളിക്കണല്ലേന്ന്. അപ്പൊ പുള്ളി പറഞ്ഞ് അലൻ ജോസ് പെരേര താങ്കൾ വരണം, 6 എണ്ണം കൂട്ടണം, കല്യാണത്തിന് വരണം, ഇന്ന ഓഡിറ്റോറിയത്തിലെ കല്യാണം, പിന്നെ വാട്സാപ്പിലേക്ക് കല്യാണക്കുറി അയച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞതാ. പുള്ളി ഇപ്പൊ പുള്ളിയെ ഒരു ചാനലുകാരെ കണ്ടപ്പോ ചിലപ്പോ മനഃപൂർവ്വം വൈറലാകാൻ, മനഃപൂർവ്വം പറയൂല. പുള്ളി ഇത്രയും വലിയൊരു പ്രൊഫഷണൽ നിൽക്കുന്ന ആളെ ഇത്ര എല്ലാ ദിവസവും വിൽക്കാറുണ്ട്. പുള്ളിക്ക് പൈസ പറ്റി പറ്റുമില്ല. ഇത് പറഞ്ഞിട്ടൊരു മീഡിയക്ക് അധികം പൈസ മേടിച്ചിട്ട് പറയില്ല എന്നെ പറ്റി പ്രത്യേകിച്ച്. അപ്പോ നമ്മള് നുണ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തെളിവുണ്ട്. നമുക്ക് ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആക്കിയിട്ടുണ്ട് ചാനലിൽ. ഇപ്പൊ ഈ ചാനലിലൂടെ നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതിലൂടെ ചിലപ്പോ നമുക്ക് ചിലപ്പോ ബിഗ് ബോസിലേക്ക് വിളിക്കാം. കാരണം ഒരുപാട് വിവാദങ്ങൾ ഇതിലൂടെ ചൊല്ലിയുണ്ട്. കാരണം ഷിയാസ് കരീം ആണെങ്കിലും അനിമോൾ ആണെങ്കിലും ഒരു വിവാദവും ഉണ്ടായി. അനിമോളുടെ ഒരു ഇതില് അനിമോള് കണ്ട് സെൽഫി എടുത്തതാ. കാരണം ജാങ്കോ സ്പേസിൽ ഫോക്കസ് മീഡിയയിൽ ഫോട്ടോ വന്നതാ. അപ്പൊ ഈ പുള്ളിയുടെ പറയുന്നത് ഒരു ഫൗൾ പ്ലേ ചെയ്തു. എന്താ വെച്ചാൽ അനിമോള് പോയപ്പോഴേ പോയപ്പോ പുള്ളി പറഞ്ഞ ടാറ്റ ഈ പുള്ളി അരിമോൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രായമില്ല, ഒരു 5-6 വയസ്സ് മാത്രമേ മുമ്പുള്ളൂ എന്നെക്കാളും. പക്ഷെ ഞാൻ അരിമോളെന്ന് വിളിച്ചു. കാരണം എനിക്ക് സ്റ്റാർ മാജിക് കണ്ടൊരു ആരാധന കൊണ്ടുള്ളപ്പോ എനിക്ക് ചേച്ചി വിളിക്കാനോ മാഡം വിളിക്കാനോ ഈ അനു ഒരു ഷൂട്ടായിട്ട് നിൽക്കണം എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പെരേര ഇവിടെ വെക്കുക. പെരേര വലിയ കോട്ടയൊക്കെ ഇട്ടേക്കണേ, തന്നെ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കണുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പെരേരെ അനുമോള് പോകുന്നു ഷെയ്ക്കാൻഡ് കൊടുത്തു, അനുമോള് പോകുന്നു ഷെയ്ക്കാൻഡ് കൊടുത്ത് നന്നായിരിക്കും എന്ന് പറയുമ്പോ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ പറയും പെരേരെ കാണാം. പെരേര ഓർന്നു, അതിന് കുറെ ചാലേരെ ഓർന്നു. എന്റെ മുണ്ട് വെച്ചോട്ട് ഞാൻ മുണ്ട് നോക്കിയിട്ട് ഓടി ചെന്നിട്ട് ഞാൻ പറഞ്ഞു അനുചേച്ചി ഇത് പെരേര വന്നേന്ന് പറയുമ്പോ അനുമോള് പെരേര അതിനെ പേര് ഞാൻ തന്നെ വേണം അത്ര കണ്ട പറയാം. കാരണം അവര് ഷൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഓടുക. അപ്പൊ നേരത്തെ ഞങ്ങൾ ഫോട്ടോ എടുത്താണ്. അപ്പൊ അതൊരു കോമിക്ക് അത്രേ ഉള്ളൂ. അത് കോമിക്കല്ല, നമ്മള് സിറ്റുവേഷൻ മനസ്സിലാക്കി ടാറ്റ പറയാനുള്ള കാര്യം തന്നെ ഷിയാസ് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം നമ്മള് കല്യാണം വിളിച്ച് പെട്ടെന്ന് ചിലപ്പോ അദ്ദേഹം പറഞ്ഞു പോയത് അബദ്ധത്തിൽ പറഞ്ഞു പോയ സംഭവം. പുള്ളി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പടത്തിൽ ചാൻസ് തരാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സിനിമകള് ഓഫർ ഉണ്ട്. അതും പുറമെ ഷിയാസ്ക ഒരു ഓഫർ പറഞ്ഞിരുന്നു പടത്തില്. കല്യാണത്തിന് വന്നോണ്ടല്ലോ കേട്ടോ, പക്ഷെ പടത്തില് ചെറിയ റോള് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ കാരണം അതൊക്കെ പോകുമെന്ന് അറിയില്ല. കാരണം ഷിയാസ്ക വിളിച്ചിരുന്നു, ഷിയാസ്കയുടെ ഭാര്യ സംസാരിച്ചിരുന്നു. അപ്പൊ അലൻ ജോസ് പെരേരക്ക് റോൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കൂട്ടുകാരുണ്ട് സുമേഷ് കുട്ടിലൊക്കെ, അതേ മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തന്നു കഴിഞ്ഞാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടം. സുമേഷ് എന്നെ അയച്ചു ആ നാണാവില്ലടാ, നിങ്ങൾ എന്നെ നിങ്ങളെ കുറിച്ച് എന്നാ കല്യാണം വിളിക്കാനാണ് നിങ്ങൾ പോയത്. സുമേഷ് കുട്ടിലേക്ക് ചോദിക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്. സുമേഷ് കുട്ടിലേക്ക് കോമഡി ഉത്സവത്തിലാണ്, അമീർ വില്ലനാണ്. പക്ഷെ പുള്ളി എനിക്ക് നല്ല സപ്പോർട്ടാ. പക്ഷെ പുള്ളി പറഞ്ഞാൽ എടാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പെരേരനെ കല്യാണം വിളിച്ചാണ് സുമേഷോടെയും പറഞ്ഞു. അവന്റെ ഓഡിയോ ക്ലിപ്പ് കൊണ്ട് കാർഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ പെരേരനെ കല്യാണം വിളിച്ചു. അപ്പൊ സുമേഷ് പറയാം ഒരു ഇൻവിറ്റേഷൻ കാർഡ് മീഡിയക്കാർ എനിക്ക് അയച്ചു തരുമോ, അതും സെലിബ്രിറ്റിന്റെ കാർഡ്. കാരണം എനിക്ക് എന്തോരം കല്യാണത്തിന്റെ മുഖം ഇപ്പൊ ബിഗ് ബോസിൽ ഇത്ര എന്തോരം ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞു. അത് ഞാൻ പോയിട്ടില്ല. ഞാൻ അപ്പൊ ഒരു കല്യാണത്തിന് മാത്രമേ പോയിട്ടുള്ളൂ, അതും ഷിയാസ് കരീമിന്റെ. കാരണം എനിക്ക് നേരത്തെ ജിൻഡോന്റെ കല്യാണത്തിന് ക്ഷണം ഉണ്ടായിരുന്നു. അത് ജിൻഡോന്റെ എന്തോ കല്യാണം നടക്കാത്തോണ്ട് ഞാൻ പോയില്ല പ്രായത്തിന്. ഇപ്പൊ ഷിയാസിന്റെ കല്യാണത്തിന് പോയപ്പോ ട്രോളും പിന്നെ ഒരുപാട് വിവാദമാണ്.
കാരണം നോക്കുമ്പോ തൊങ്ങുമ്പോൾ വിവാദമോ കാരണം രജിത് കുമാറായിട്ടൊരു സെൽഫി എടുക്കുന്നു അതും ട്രോൾ കൊണ്ടിരുന്നു തോന്നുന്നു. മാഹിന്മാരുടെ ഇവനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷിയാസ്ക. മാഹിനെ ചെയ്യാം അങ്ങനെ സംഭവമില്ല. അഭിലാഷ് അവര് തമ്മിൽ കൂട്ടാമല്ലോ. ചിലപ്പോ ഭയങ്കര രീതിയിലാണല്ലോ സ്വീകരിച്ചെന്ന് പറഞ്ഞു. കാരണം മീഡിയക്കാര് ഈ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ പുള്ളി ഷിയാസ്ക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളും അത്യാവശ്യം സിനിമയും അത്യാവശ്യം ബിഗ് ബോസ് താരമാണല്ലോ. അപ്പൊ ആ ഒരു പുള്ളിയുടെ കല്യാണത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ചെല്ലുമ്പോൾ ആൾക്ക് മീഡിയക്കാർ ഓക്കെ പറയും. പക്ഷെ ചില മീഡിയക്കാർക്ക് എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ചില മീഡിയാസിനെ അത് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാ മീഡിയാസും അല്ല, ചില മീഡിയക്കാർക്ക്. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ചോദ്യത്തേക്ക് വന്നത്. കാരണം പലപ്പോഴും പലരും പല കുടുംബ പ്രേക്ഷകരും ഞാൻ ബിഗ് ബോസിൽ കയറുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിക്കാൻ വാക്ക് ഏതായാലും ഇതിനെ കല്യാണം വിളിച്ചിട്ടുള്ളതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ ഉണ്ട്. അതിപ്പോ പുറത്തു വിടുന്നുണ്ട്. അതിപ്പോ അറിയുമ്പോ അറിയാല്ല. വിഷമം തോന്നിയില്ല വീഡിയോ കണ്ടപ്പോ? കാരണം അവനെല്ലാരും കളിയാക്കി അവനെ ഭയങ്കരമായിട്ട് കരഞ്ഞു. അതും ഇങ്ങനെ കല്യാണം കണ്ടു വിഷമം തോന്നി. പട്ടി കരഞ്ഞോലെ കരഞ്ഞു. അല്ല വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പട്ടി ഇപ്പൊ ഒരു പട്ടി കരഞ്ഞോലെ കൊണ്ടുവരുന്ന കരഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഷിയാസ്ക വിളിച്ചെന്നുള്ള തെളിവുണ്ടല്ല. നീ അത് പുറത്തു വിടുന്നത് പട്ടി കരഞ്ഞോലെ കാര്യത്തിൽ എന്താ കാര്യം? നമ്മുടെ ഡ്രസ്സിന്റെ അന്ന് ഞാൻ ഷെർവാണി ഇട്ടുണ്ടായിരുന്നു. ഷെർവാണിയുടെ വില 8000 രൂപയാണ്. അന്ന് ഞാൻ പിന്നെ വൈറലാകാൻ വേണ്ടി 87 എന്ന് പറഞ്ഞതാ. അതിപ്പോ റിവീൽ ചെയ്യുന്നതാണ്. കാരണം നമുക്കൊരു എന്തെങ്കിലും കിട്ടേണ്ട കണ്ടന്റ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് 2000 രൂപയുള്ളൂ. അപ്പൊ നമ്മളെ എന്തെങ്കിലും മോഡി കാണിച്ചാലും നമ്മളൊരു സാധാരണക്കാരാണ്. ഇപ്പൊ കോമഡി പറയല്ല. ഈ ഷർട്ടിന് വില 300 രൂപയുള്ളൂ. അത് എന്നാ അണ്ടർവെയറിനെങ്കിലും പറ. അതെ സുഹൃത്തെ, ഞങ്ങൾ വേറൊന്നുമല്ല. ഷിയാസ്ക അത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി. അത് പറയണം തോന്നി, വേറൊന്നുമല്ല. കാരണം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് കാണുമ്പോ വിളിക്കും, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പേരുണ്ട്, പുള്ളിയുടെ വൈഫ് എന്നോട് പഠിച്ചാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറൊന്നുമില്ല, പഠിച്ചാണ് പഠിച്ച വിളിച്ചതിൽ നിന്നുള്ള തെളിവാണ്, മെയിൻ തെളിവ് ഓഡിയോ ക്ലിപ്പാണ്. ഷിയാസ് കരീമിന്റെ ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ മീഡിയക്കാർക്ക് അറിയിക്കുകയാണ്. കല്യാണത്തിന് വരണം. അലൻ ജോസ് പെരേര കല്യാണത്തിന് വരണം. ഈ വരുന്ന മൺഡേ 6 to 10 വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ ഇൻവിറ്റേഷൻ അയക്കാം. അലൻ ജോസ് പെരേര പ്ലീസ് കം വിത്ത് ആറാട്ട് അണ്ണൻ ഫ്രണ്ട്. കേട്ടില്ലേ? അപ്പൊ രണ്ടാമത്തെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. മനസ്സിലായി? 2 ഓഡിയോ മാത്രമാണ് എനിക്ക് പുള്ളി അയച്ചിരിക്കുന്നത്. ഷിയാസ് കരീമിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അപ്പൊ ഇത് പുള്ളിക്ക് പ്രൈവസിയെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പുറത്തുവിടാനുള്ള കാര്യം എനിക്കുണ്ട്. കാരണം എന്റെ ഒരു പ്രതിച്ഛായ ഇത് കാരണം ഈ പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് വന്നു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം.